എല്ലാ പ്രിയപ്പെട്ട കൂട്ടുകാർക്കും നമസ്കാരം. പോകല്ലേ, ഒരു ചെറിയ കാര്യം, പ്രധാനപ്പെട്ട ഒരു കാര്യമാണ്. ഈ കുറച്ച് ദിവസങ്ങളായിട്ട് സോഷ്യൽ മീഡിയയിൽ കണ്ണൂരിലെ ഹോട്ടലിൽ കയറിയ ഒരു തെരുവ് നായ ആക്രമിക്കുന്നു പറഞ്ഞ വീഡിയോ നിങ്ങൾ കണ്ടല്ലോ. ഇവിടെ കേരളത്തിൽ ഏറ്റവും കൂടുതൽ ഇപ്പോൾ പ്രശ്നങ്ങൾ സൃഷ്ടിക്കുന്നത് ഇവിടുത്തെ സോഷ്യൽ മീഡിയ മറ്റു മാധ്യമങ്ങളാണ്. അതായത് ഞാൻ മനസ്സിലാക്കിയ ഒരു സത്യം എന്ന് പറഞ്ഞാൽ, എനിക്കറിയാവുന്ന ഒരു മാധ്യമപ്രവർത്തകൻ, ഒരു പ്രമുഖ ചാനലിൽ ഒരു മാധ്യമപ്രവർത്തകൻ എന്നോട് തന്നെ പറഞ്ഞിട്ടുണ്ട്. അദ്ദേഹത്തോട് പേഴ്സണലായിട്ട് സംസാരിക്കും, ശ്രീജേഷ്, ഇവിടുത്തെ പ്രശ്നങ്ങളെല്ലാം ഞങ്ങൾക്ക് അറിയാം. അതായത് കേരളത്തിലെ നായകൾ എത്രത്തോളം മനുഷ്യന് ഉപകാരപ്രദമാണെന്നും എന്തുകൊണ്ട് ഇവിടെ പ്രശ്നങ്ങൾ ഉണ്ടാകുന്നെന്നും അത് പരിഹരിക്കാൻ കാരണങ്ങളുണ്ടെന്നും ഇതെല്ലാം ഞങ്ങൾക്ക് അറിയാം. പക്ഷെ വാർത്തകൾ സൃഷ്ടിക്കുക എന്ന് പറഞ്ഞത് ഒരു നെഗറ്റീവ് കണ്ടന്റ്, ഒരു സത്യസന്ധമായ വാർത്ത ആണെങ്കിൽ പോലും അതിലെ ഒരു മുന്നും പിന്നും കട്ട് ചെയ്തിട്ട് അതിലെ നെഗറ്റീവ് കണ്ടന്റ് മാത്രം ജനങ്ങളുടെ മുന്നിലേക്ക് ഇട്ട് കൊടുക്കുമ്പോൾ അത് റീച്ച് ആവും. കാരണം ജനങ്ങൾ അതാണ് ആഗ്രഹിക്കുന്നത്. അവര് സത്യം നീതി ഒന്നും കാണാൻ ആഗ്രഹിക്കുന്നില്ല, കേൾക്കാൻ ആഗ്രഹിക്കുന്നില്ല. അവിഹിതമായ കാര്യങ്ങൾ, അല്ല അസത്യമായ കാര്യങ്ങളും കാതിനും കണ്ണിനും കുളിർമയുള്ള കാര്യങ്ങളാണ് അവർ കേൾക്കാൻ ആഗ്രഹിക്കുന്നുള്ളൂ. അതിൻ്റെ ഉള്ളിൽ മൂടിപ്പോകുന്നത് സത്യങ്ങളാണ്. അത് തിരിച്ചറിയാൻ ഇപ്പോഴും ശരിക്കും പറയല്ലോ, മണ്ടന്മാരെ ജനങ്ങൾക്ക് കഴിയുന്നില്ല. ഏതൊരു മനുഷ്യനാണെങ്കിലും മൃഗമാണെങ്കിലും അവിടെ സത്യവും നീതിയും, എന്താ പറയാ, നന്മയും തിന്മയും, ഉപകാരവും ഉപദ്രവവും എല്ലാം നിറഞ്ഞതാണ് ഒരു ലൈഫ്. ഒരുപാട് ജീവനുകൾ കൊല്ലപ്പെടുന്നുണ്ട്, ഒരുപാട് മനുഷ്യ കുഞ്ഞുങ്ങൾ അപകടപ്പെടുന്നുണ്ട്. അതെല്ലാം നായകൾ കടിച്ചിട്ടാവണമെന്നില്ല. എനിക്ക് തോന്നിയിട്ടില്ല. ഞാൻ കണ്ണൂരിലെ കാര്യം ഞാൻ പറഞ്ഞു വരാം. ഇവിടെ ഓരോ ദിവസവും സ്വന്തം അച്ഛനമ്മമാർ കൊല്ലപ്പെടുന്ന കുഞ്ഞുങ്ങളുണ്ട്, മറ്റു മനുഷ്യരാൽ കൊല്ലപ്പെടുന്ന, ക്രൂരമായി പീഡിപ്പിക്കപ്പെട്ട് കൊല്ലപ്പെടുന്ന കുഞ്ഞുങ്ങളുണ്ട്. ഈ കുഞ്ഞുങ്ങളുടെ ഒന്നും വില കൽപ്പിക്കാത്ത, അല്ലെങ്കിൽ ആ ജീവനുകൾ ഓർത്തിട്ട് പരിതപിക്കാനോ സങ്കടം പറയാനോ ഒരാളുകളും തയ്യാറാവാത്തത് എന്താണ്? സോഷ്യൽ മീഡിയയിൽ എനിക്കിത് കാണുന്നില്ല. എങ്കിലും സ്വന്തം വീട്ടിലെ കാര്യം അല്ലാതാവുമ്പോൾ അവർക്ക് അതൊരു വിഷയമല്ല. മനുഷ്യനെ കൊന്നെടുക്കുന്നത് ഓരോ ദിവസവും കൂടിക്കൊണ്ടേയിരിക്കുകയാണ്. അതിനെ ഓർത്ത് വിലപിക്കാനോ അതിനെ ഓർത്ത് അഭിപ്രായങ്ങൾ പറയാനോ ആരും തയ്യാറാവുന്നില്ല. കാരണം അതൊരു സാധാരണ കാര്യമായി പോയി. ഇപ്പൊ കേരളത്തിൽ ഉയർത്തിക്കൊണ്ട് നടക്കുന്നത്, മറ്റൊരു വിഷയമില്ലാത്തവർ ഉയർത്തിക്കൊണ്ട് നടക്കുന്നത്, എല്ലാവർക്കും റീച്ച് കിട്ടുന്നു. അപ്പൊ ഓരോ മാധ്യമങ്ങളും അവർക്കറിയാം ഇപ്പൊ ഇതാണ് വിഷയം, തെരുവുനായ. അപ്പൊ അതിനനുസരിച്ച് അവർ വാർത്തകളും പഴയ വീഡിയോസും പൊക്കിക്കൊണ്ടേയിരിക്കും. കണ്ണൂരിൽ നടന്നതിന്റെ യഥാർത്ഥ സത്യാവസ്ഥ ഞാൻ എവിടുത്തെ എന്ന വീഡിയോ എനിക്കും അറിയില്ല. ഞാനും മുഴുവനായ ഒരു വീഡിയോ കണ്ടു. അതിൽ ഒരു നായ കയറി വരികയാണ്, പെരുമഴയാണ്. പുറത്തെ വീഡിയോയുടെ ലാസ്റ്റ് നിങ്ങൾ കണ്ടിട്ടുണ്ടാവില്ല, പല ചാനലുകാരും ആ വീഡിയോ കട്ട് ചെയ്തിട്ടാണ് വിട്ടിട്ടുള്ളത്. ബാക്കും ലാസ്റ്റും ആദ്യവും കട്ട് ചെയ്തിട്ടാണ് വിട്ടിട്ടുള്ളത്. അതായത് പെരുമഴയത്ത് നമ്മൾ ഒന്ന് ഓടി കയറാം. നല്ല മഴ പെയ്യുമ്പോൾ തെരുവിൽ നിന്ന് എവിടെയെങ്കിലും കട വരാതിൽ നമ്മൾ കയറി നിൽക്കില്ലേ, അങ്ങനെ തുറന്നു കിടക്കുന്ന വാതിലിന്റെ ഉള്ളിലൂടെ ഈ നായ ആ പരിസരത്തുള്ളതായിരിക്കും. ആ നായ കയറി മഴയത്ത് തുറന്നു നിൽക്കാൻ കയറി വന്നിട്ട് ആ ഷീറ്റിലേക്ക് എടുക്കുകയാണ്, ആ ചവിട്ടിയിലേക്ക് എടുക്കുക. അപ്പോൾ നായ കയറി വരുമ്പോൾ ഒന്നാമത്തെ പൊതുജനങ്ങളെ അത്ര അധികം ഭയപ്പെടുത്തിയിട്ട് ജനങ്ങളെയും നായകളെയും തമ്മിൽ അവർക്കുള്ളിൽ വിടവ് തീർത്തിട്ട് നായ ഒരു ഭീകരജീവിയെ സൃഷ്ടിച്ചിരിക്കുന്നു ഓൾറെഡി. ആ സമയത്ത് ആ കടയിലുള്ള ആളുകൾ പെട്ടെന്ന് പേടിക്കുകയാണ്. ഒരു ചെറുക്കൻ പോലെ ടേബിളിന്റെ മേലെ കയറിയിരിക്കുകയാണ്. ആ നായ ശാന്തമായിട്ട് അവിടെ ഇരുന്ന് ഈ മഴ കൊള്ളാതെ ഇരുന്ന് പോവാനാണ് ശ്രമിക്കുന്നത്. അപ്പോൾ ഈ ഹോട്ടലിൽ ജീവനക്കാർ വന്ന് അടിച്ച് ഉപദ്രവിച്ചിട്ട് ഒരു മഴ കൊള്ളാതെ കയറി നിങ്ങൾ നിൽക്കുമ്പോൾ നിങ്ങളെ അവിടുന്ന് അടിച്ച് പുറത്താക്കുമ്പോൾ നിങ്ങൾ എത്രത്തോളം പ്രതികരിക്കും? നോർമൽ ഒരു സ്ഥലമാണെങ്കിൽ മഴ ഇല്ലെങ്കിൽ ആ നായ ഓടിപ്പോയായിരുന്നു. പക്ഷെ ആ നായ വേദന കൊണ്ട് പ്രതികരിച്ചു. ആ യഥാർത്ഥ വീഡിയോ നിങ്ങളിൽ ആരെങ്കിലും കാണാൻ ശ്രമിച്ചാൽ, അല്ലെങ്കിൽ അതിന്റെ സത്യം തേടി പോയാൽ നിങ്ങൾക്ക് ആ സത്യം കിട്ടും. എപ്പോഴെങ്കിലും യാഥാർത്ഥ്യങ്ങൾ തിരിച്ചറിയാൻ കൂടി ശ്രമിക്കുക. എല്ലാ ജീവനും ഒരുപോലെയാണ്. അല്ലാതെ നായ കടിച്ച ജീവൻ മാത്രമല്ല, മനുഷ്യൻ നിരന്തരം നിത്യവും കൊന്നുകൊണ്ടിരിക്കുന്ന ജീവനും അതും മനുഷ്യജീവനാണ്. അതിനോർത്തുകൂടി വിലപിക്കുക. ഇവിടെ എന്താണ് സത്യത്തിൽ നടന്നുകൊണ്ടിരിക്കുന്നത് നിങ്ങൾ തിരിച്ചറിയുക. അതേ പറയുന്നത്.